നിങ്ങൾക്കറിയാമോ, വലിയ കഴിവുകളും സ്വപ്നങ്ങളുമൊക്കെ ഉണ്ടായിട്ടും നമ്മളിൽ പലരും ജീവിതത്തിൽ പരാജയപ്പെടാൻ കാരണം എന്താണ് എന്ന്? ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം ചിലർക്ക് മാത്രം വലിയ വിജയങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതെന്തുകൊണ്ട് പ്രവർത്തിക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉത്തരം വളരെ ലളിതമാണ്. നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത് നിങ്ങളുടെ സാഹചര്യങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള ചില അദൃശ്യമായിട്ടുള്ള ചങ്ങലകളാണ്. അവ എന്തൊക്കെയാണ് എന്നും അവയെ എങ്ങനെ പൊട്ടിച്ചെറിയാമെന്നും നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോവുകയാണ്. നമസ്കാരം, ഞാൻ അശോക് നാരായൺ. കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായിട്ട് മനഃശാസ്ത്ര പരിശീലന രംഗത്ത് ഞാൻ പ്രവർത്തിച്ചു വരുന്നുണ്ട്. എൻ്റെ ഈ പുതിയ പരിശീലന പരിപാടിയിലേക്ക് ഊഷ്മളമായ സ്വാഗതം. നമ്മൾ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ് എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതി വയ്ക്കുന്നത് തന്നെ വിജയത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ്. നമ്മളിൽ പലർക്കും ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്. സമ്പന്നനാകണം, സമാധാനമുള്ള ഒരു ജീവിതം വേണം, ഈ വിധത്തിലൊക്കെ. പക്ഷേ ഈ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നതിൽ നിന്ന് നിങ്ങളെ എന്താണ് തടയുന്നത്? ഒരു ചെറിയ കഥയിലൂടെ ആ ഒരു കാരണത്തെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒരു 4-5 വയസ്സുള്ള ഒരു ചെറിയ കുട്ടി, അവൻ വലിയൊരു പറമ്പിലൂടെ ഇങ്ങനെ നടന്നു പോവുമായിരുന്നു. അവിടെ അവൻ അതിശയകരമായിട്ടുള്ള ഒരു കാഴ്ച കാണുന്നുണ്ട്. അതായത് വളരെ വലിയ കരുത്തനായിട്ടുള്ള ഒരു കൊമ്പനാന. ആ ആനയെ തളച്ചിരിക്കുന്നത് ഒരു ചെറിയ മരത്തിൽ വളരെ മെലിഞ്ഞ, വളരെ ഒരു കുഞ്ഞ് ചങ്ങല കൊണ്ട്. ഇത് ഈ കുട്ടിയിൽ വലിയ അത്ഭുതമുണ്ടാക്കി. ആ വലിയ കൊമ്പനാന ഒന്ന് ആഞ്ഞു വലിച്ചാൽ ഈ ചങ്ങല പൊട്ടും. ഒരുപക്ഷെ ആ മരത്തിനെ വേരോടെ പിഴുതെടുക്കാൻ പോലും ആ കൊമ്പനാനയ്ക്ക് സാധിക്കും. എന്നിട്ടും എന്തുകൊണ്ട് ആ ആന അപ്രകാരം ചെയ്തിട്ട്, ചങ്ങല പൊട്ടിച്ചിട്ട് അല്ലെങ്കിൽ മരത്തിനെ മുറിച്ച് കളഞ്ഞിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നില്ല? അവന് വലിയ ആകാംക്ഷ തോന്നി. അവൻ നേരെ ആനപ്പാപ്പാൻ്റെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കുകയാണ്, മാമ, ഈ ആന ഇത്രമാത്രം വലുതല്ലേ, എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ചങ്ങല പൊട്ടിച്ച് അവൻ സ്വതന്ത്രനാകാത്തത്, അവൻ ഓടിപ്പോകാത്തത് എന്ന്. അപ്പോൾ ആ പാപ്പാൻ പറഞ്ഞ ആ മറുപടിയിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നത്. പാപ്പാൻ എന്താ പറഞ്ഞതെന്നറിയാമോ? മോനെ, ഈ ആന വളരെ ചെറുതായിരുന്ന സമയത്ത് ഇതേ മരത്തിൽ ഇതേ ചങ്ങല കൊണ്ടാണ് ഞങ്ങൾ അവനെ കെട്ടിയിട്ടത്. അന്ന് അവൻ അവൻ്റെ സർവ്വശക്തിയും എടുത്ത് ആ ചങ്ങല പൊട്ടിച്ച് സ്വതന്ത്രനാവാൻ ശ്രമിച്ചു. ദിവസങ്ങളോളം അവൻ പരിശ്രമിച്ചു. പക്ഷേ ആ ചെറിയ ആനക്കുട്ടിക്ക് അന്ന് ആ ചങ്ങല പൊട്ടിക്കാൻ സാധിച്ചില്ല. അത് പക്ഷേ ആ ചങ്ങല അത്രമാത്രം ശക്തമായിരുന്നത് കൊണ്ടല്ല, മറിച്ച് ആന കുഞ്ഞായിരുന്നത് കൊണ്ടാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ആനക്കുട്ടിയുടെ തലച്ചോറിൽ ഒരു കാര്യം ഉറപ്പിച്ച്, ഈ ചങ്ങല പൊട്ടിക്കാൻ എനിക്കൊരിക്കലും കഴിയില്ല, എൻ്റെ കഴിവ് ഇത്രയൊക്കെ ഉള്ളൂ എന്ന്. ഇന്ന് അവന് എത്രയോ ഇരട്ടി ശക്തിയുണ്ട്. പക്ഷേ അവൻ്റെ മനസ്സ് ഇന്നും പഴയ അതേ ആനക്കുട്ടിയുടെ തന്നെയാണ്. തനിക്കിപ്പോഴും ഇത് പൊട്ടിക്കാൻ കഴിയില്ല എന്നുള്ളത് അവൻ്റെ ഉപബോധ മനസ്സ് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ ആ ചങ്ങല പൊട്ടിക്കാൻ ശ്രമിക്കാറേയില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് വെറും ഒരു ആനയുടെ കഥയല്ല, ഇത് എൻ്റെയും നിങ്ങളുടെയും കഥയാണ്. നമ്മൾ ഓരോരുത്തരും ജനിച്ചു വീഴുന്ന സമയത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ആകാനുള്ള കഴിവുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ കയ്യിലും കാലിലും മനസ്സിലുമെല്ലാം ഈ വിധത്തിൽ പല തരത്തിലുള്ള അദൃശ്യ ചങ്ങലകൾ ഇട്ടുപോയി. നിന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളൊക്കെ സാധാരണക്കാരാണ്, നമ്മളൊക്കെ പാവപ്പെട്ടവരാണ്, നമ്മളൊക്കെ താഴെത്തട്ടിൽ ജീവിക്കുന്നവരാണ്. ഈ വിധത്തിൽ ഇങ്ങനെ എത്ര ചങ്ങലകളാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ കിടക്കുന്നത്. ഇത് കേട്ട് ഒടുവിൽ നമ്മളും വിശ്വസിച്ചു തുടങ്ങി, എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല എന്ന്.
ഈ വിധത്തിൽ നിങ്ങൾ കേട്ടിരിക്കുന്ന എന്തൊക്കെയാണ്? ചെറുപ്പകാലത്ത് എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. എന്നിട്ട് അതിനെ അവിടെ തന്നെ അങ്ങ് ഉപേക്ഷിച്ചേക്കൂ. മനഃശാസ്ത്രത്തിൽ ഇതിനെ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയും. അതായത് പരാജയപ്പെടാൻ നമ്മൾ സ്വയം പഠിച്ചിരിക്കുന്നു. ഇവിടെ നിങ്ങളുടെ കഴിവില്ലായ്മ അല്ല പ്രശ്നം, മറിച്ച് നിങ്ങൾക്ക് കഴിവില്ല എന്ന നിങ്ങളുടെ തെറ്റായിട്ടുള്ള വിശ്വാസം മാത്രമാണ്. ഇനി മറ്റൊരു രസകരമായിട്ടുള്ള കഥ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പണ്ട് ഒരു കച്ചവടക്കാരൻ ചന്തയിൽ പോയിട്ട് 5 കഴുതകളെ വാങ്ങി നാട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ യാത്രയ്ക്കിടയിൽ രാത്രിയായപ്പോൾ അയാൾ കഴുതകളെ ഒരു മരത്തിൽ കെട്ടിയിടാൻ തീരുമാനിച്ചു. പക്ഷെ അയാളുടെ കയ്യിൽ 4 കഴുതകളെ കെട്ടാനുള്ള കയറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 5ാമത്തെ കഴുതയെ കെട്ടാൻ അയാളുടെ കയ്യിൽ കയറുണ്ടായിരുന്നില്ല. അപ്പോൾ കച്ചവടക്കാരൻ വല്ലാതെ വിഷമിച്ചു. ആ സമയത്ത് ഒരു സന്യാസി അതുവഴി കടന്നു വന്നു. അപ്പോൾ സന്യാസി കച്ചവടക്കാരനോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ഒരു മാർഗം പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു കൊടുത്ത മാർഗം ഇതായിരുന്നു: നിങ്ങൾ ആദ്യം ആ 4 കഴുതകളെയും കെട്ടിയിടുക. അതിനുശേഷം 5ാമത്തെ കഴുതയെ കെട്ടിയിടുന്നതായിട്ട് ഒന്ന് അഭിനയിക്കുക. കയറില്ലല്ലോ, അപ്പോൾ 5ാമത്തേതിനെ കെട്ടുന്നതായിട്ടൊന്ന് അഭിനയിക്കുക. കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് സന്യാസി പറഞ്ഞ ആ കാര്യത്തെ അതേമാതിരി ചെയ്തു. പിറ്റേന്ന് രാവിലെ കച്ചവടക്കാരൻ എണീറ്റ് നോക്കുമ്പോൾ 5ാമത്തെ കഴുത അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, ഓടിപ്പോയിട്ടില്ല. അയാൾക്ക് പോകാനുള്ള സമയമായി. അദ്ദേഹം വേഗം ഈ 4 കഴുതകളുടെയും കെട്ടഴിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. പക്ഷേ ഈ 5ാമത്തെ കഴുത അവിടെ നിന്നിടത്ത് നിന്നിട്ട് ഒരല്പം പോലും മുന്നോട്ട് പോകുന്നില്ല. അയാൾ അതിനെ അടിച്ചു നോക്കി, തള്ളി നോക്കി, ഒരു രക്ഷയുമില്ല. അപ്പോൾ വീണ്ടും ആ പഴയ സന്യാസി അതുവഴി വരികയാണ്. സന്യാസി ചോദിച്ചു, എന്താണ് കാര്യം? അപ്പോൾ കച്ചവടക്കാരൻ അദ്ദേഹത്തിൻ്റെ വിഷമം പറഞ്ഞു, ഈ കഴുത നടക്കുന്നില്ല, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ സന്യാസി ചോദിച്ചു, അതിനെ താങ്കൾ അവനെ അഴിച്ചു വിട്ടോ? കച്ചവടക്കാരന് വലിയ അത്ഭുതമായി. കച്ചവടക്കാരൻ സന്യാസിയോട് ചോദിച്ചു, അഴിച്ചു വിടാനോ? അതിന് ഞാനവനെ കെട്ടിയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഞാനവനെ അഴിച്ചു വിടുക? അപ്പോൾ സന്യാസി പറയുന്നുണ്ട്, താൻ അവനെ കെട്ടിയിട്ടില്ല എന്ന് തനിക്കറിയാം, പക്ഷെ കഴുത വിചാരിച്ചിരിക്കുന്നത് അവൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ്. അതുകൊണ്ടാണ് അവൻ ഇന്നലെ രാത്രി മുഴുവൻ അനങ്ങാതെ അവിടെ നിന്നിരിക്കുന്നത്. അതുകൊണ്ട് താൻ പോയിട്ട് അവൻ അഴിച്ചു വിടുന്നതായിട്ട് ഒന്ന് അഭിനയിക്കുക. കച്ചവടക്കാരൻ പോയി കഴുതയുടെ കഴുത്തിലെ കെട്ടഴിക്കുന്നതായിട്ടൊന്ന് അഭിനയിച്ചു. അടുത്ത നിമിഷം തന്നെ ആ കഴുത അയാളുടെ പിന്നാലെ നടക്കാൻ തുടങ്ങി. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആ കഴുതയെ ബന്ധിച്ചിരുന്നത് യഥാർത്ഥത്തിലുള്ള ഒരു കയറുകൊണ്ടായിരുന്നില്ല, മറിച്ച് ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന അതിൻ്റെ തോന്നൽ കൊണ്ട് മാത്രമാണ്. നമ്മളിൽ പലരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. നിങ്ങളെ ആരും പിടിച്ച് കെട്ടിയിട്ടില്ല. നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ തന്നെ തെറ്റായ ചിന്തകളാണ്. ആ അദൃശ്യമായിട്ടുള്ള കയറുകളാണ് നിങ്ങളുടെ ഭയങ്ങളും ഉത്കണ്ഠകളും. ലോ ഓഫ് അട്രാക്ഷൻ ശരിക്കും പ്രവർത്തിച്ച് തുടങ്ങണമെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ അതാണ് പ്രപഞ്ചം നിങ്ങൾക്ക് തിരിച്ചു തരുന്നത്. അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഈ പറഞ്ഞ വിധത്തിലുള്ള ദാരിദ്ര്യ ചിന്തകളും സങ്കടങ്ങളും ഭയങ്ങളും നിരാശകളും ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ വിധത്തിലുള്ള അനുഭവങ്ങൾ തന്നെയില്ലേ നിങ്ങളിലേക്ക് വന്നെത്തുക. അതുകൊണ്ട് മാറ്റം തുടങ്ങേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിലെ സബ് കോൺഷ്യസ് മൈൻഡിലെ ആ പഴയ ചങ്ങലകളെ പൊട്ടിച്ചെറിയണം. അതെങ്ങനെ സാധിക്കും? അതിനുള്ള കൃത്യമായിട്ടുള്ള പരിശീലനമാണ് വരും ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇത് ഒരു അസൈൻമെൻ്റാണ്. ഒരു പേപ്പറും പേനയും എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം. അതൊരു പക്ഷേ നിങ്ങളുടെ ഭയങ്ങളാകാം, മറ്റുള്ളവരെ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയാകാം, അല്ലെങ്കിൽ പഴയ പരാജയങ്ങളാകാം. എന്തു തന്നെ ആയാലും നിങ്ങളുടെ ആ അദൃശ്യ ചങ്ങലകൾ എന്തൊക്കെയാണ് എന്ന് അക്കമിട്ടെഴുതണം.
രോഗം കണ്ടെത്തിയാൽ മാത്രമല്ലേ നമുക്ക് ചികിത്സിക്കാൻ പറ്റൂ. വരുന്നയാഴ്ച മുതൽ നമ്മൾ ഈ ഓരോ ചങ്ങലകളും എങ്ങനെ പ്രായോഗികമായിട്ട് പൊട്ടിച്ചെറിയാം എന്ന് ആധികാരികമായിട്ട് പഠിക്കാൻ പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ എഴുതുന്ന ഓരോ കമൻറ്റും എനിക്ക് തരുന്നത് വളരെ വലിയ ഒരു ഊർജം തന്നെയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അതുപോലെ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡിസ്കഷൻസിനും സംശയ നിവാരണങ്ങൾക്കുമായിട്ട് നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചേരാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന 8086089337 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ ഈ ആവശ്യം പറഞ്ഞിട്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരണം എന്നുള്ള ആവശ്യം പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയയ്ക്കുക. നിങ്ങളെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. തുടർന്നുള്ള വീഡിയോകൾ കൃത്യമായിട്ട് കിട്ടാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി കിട്ടാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു പാഠഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ, സ്വപ്നങ്ങളിലേക്ക് കുതിക്കാൻ ഇപ്പോൾ തന്നെ തയ്യാറെടുക്കുക. തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം അശോക് നാരായൺ. താങ്ക് യു.